കൂട്ടുകാരെ അങ്ങനെ അതെ ഞങ്ങൾക്ക് ഒരു ഓലയൊക്കെ പാകിക്കൊണ്ടൊരു ഹട്ടണക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചല്ലേ. അപ്പോൾ അതെ അതിനുള്ളൊരു കൂര ഞങ്ങൾക്ക് ഒരു കടയുടേത് കിട്ടിയതാണല്ലേ. അപ്പോൾ എന്ത് പറ്റി, ശരണ്യ ഇരുന്ന് പെയിൻ്റ് അടിക്കണ കണ്ട. അപ്പം ഞാനും കൂടി പെയിൻ്റ് അടിക്കുകയേ ഇരുന്ന്. അപ്പോൾ ശരണ്യ അതിന് തുരുമ്പിക്കാതിരിക്കാനൊക്കെ ഫ്രെയിമർ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ശരണ്യോട് കൂട്ടത്തിൽ നിന്ന് പെയിൻ്റ് അടി തുടങ്ങിയ വീട്ടിൽ പണിയൊന്നും ഇല്ലേ? അല്ലെന്നേ അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ശരണ്യക്ക് രാവിലെ നമുക്ക് വീട്ടിലെ പരിപാടിയൊന്നും ഇല്ല ശരണ്യ. അതാ എനിക്ക് പണിയുണ്ട്. ഓല പാകണം, പെയിന്റ് മൊത്തം ഒഴിച്ചാ ഇതില്. ശരണ്യ ഇച്ചിരി എടുത്തത് ഇങ്ങനെ ബ്രഷ് മുക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരച്ച് വേണം അടിക്കാൻ. ഇത് മൊത്തം മുക്കി അല്ല ഷിജു, ശരണ്യക്ക് പെയിന്റ് അടിയല്ല അഞ്ഞ് പണി. അല്ല ഞാൻ അടിക്കാൻ വന്നപ്പോ എനിക്കും കൂടി അതങ്ങനെ ശരണ്യയുടെ കാര്യം അറിയാം. അടിക്കുന്ന ബ്രഷിന്റെ പരുവൊന്ന് നോക്കി വെച്ച ഇത് കണ്ട് അല്ലത് ശരണ്യക്ക് ഒരു കാര്യം തന്നെ അറിയാമോ. ഞാനിവിടെ ഒന്ന് വണ്ടി ഇപ്പോൾ കാറേല അല്ലെങ്കിൽ ടൂ വീലർ ബൈക്കേലൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെറിയൊരു പണിക്ക് വന്ന് സ്ക്രൂ ഡ്രൈവർ എടുത്ത് വരികയാണെങ്കിൽ ശരണ്യ അതിൻ്റെ പുറകെ വരും. അടുക്കള പണി നോക്കിയാലോ അതിൻ്റെ പുറകെ വരും. ഇത് മറിച്ച് വെക്കണം, ഓല പാകണം. നമുക്ക് ആദ്യം ഷീറ്റ് ഇടണം ഇതിന്റെ പുറത്ത്, കാരണം മഴവെള്ളം അടിയിലായിട്ട് വരാതിരിക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് ഓല കച്ചില എന്നെങ്കിലും അത് നമുക്ക് ആരെങ്കിലും കൊണ്ട് അല്ല, നമുക്ക് ചെയ്യുമ്പോൾ വിനയത്തിന് ചെയ്യണ്ടേ. അപ്പം നമുക്ക് ആരെങ്കിലും കൊണ്ട് നമുക്ക് ചെയ്യിക്കാതെ. അല്ല ഞാൻ അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ മേലാത്ത കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലേ. ശരണ്യൊക്കെ അറിയാമല്ലോ എല്ലാം കൂടി. അപ്പോൾ അത്രയും ഭാഗം അടി, അതിൽ അത്ര ഭാഗം അടി, എന്നിട്ട് ഇറക്കി താഴത്തോട്ട് വെക്കണം. അല്ലല്ല എനിക്ക് ഞാനടിക്കത്തില്ലേ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞ ശരീരം ഉടുപ്പല്ല, ഉടുപ്പിൻ്റെ കളറാണത്. അല്ല ഉടുപ്പിന് ഡിസൈൻ ഉണ്ട് ഉടുപ്പ്. അത്ര ആ പെയിൻറ്റിൻ്റെ ഉടുപ്പ് പെയിൻറ്റിൻ്റെ കളർ കണ്ട അവർ അമ്മയും വന്നുണ്ട്, അമ്മ കൂടി അടിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അമ്മയും ഒരു ബ്രഷ് എടുത്ത് കൊടുത്തു തരും. അല്ലേ പെയിന്റ് അടിയൊക്കെ പടി, നമുക്ക് ഇപ്പൊ ഒരു പണിയില്ലെങ്കിൽ പെയിന്റ് അടിക്കാനെങ്കിലും പോകാമല്ലോ. അയ്യോ ഇന്നലൊക്കെ പറ്റിയ അമ്മ, നമുക്ക് ചായക്കട ഇട്ടാലും വിജയിക്കാമോ ഈ ഒരു കൂര കൊണ്ട് വെച്ചാൽ. അല്ലെ ഒറ്റ ചായ എടുത്താണെങ്കിലും നമുക്ക് ജീവിക്കാം, അതല്ലേ നല്ലത്. ഇതെവിടെയെങ്കിലും റോഡ് സൈഡിൽ കൊണ്ട് വെച്ച് ഷിജു ശരണ്യ ഞങ്ങളെ റീൽസ് എടുക്കുന്ന പാടമുണ്ട്, അവിടുന്ന് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സാധനം കൊണ്ട് വെച്ചു ഒറ്റ ചായ എടുത്തെന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ശരണ്യൊക്കെ അറിയാം. ശരണ്യ പിന്നെ പലഹാരത്തിന് പുറകല്ലോ വട ചായ അല്ലേ, ഗ്യാസും ഉണ്ട്. അല്ല ഇപ്പൊ തന്നെ ഒരു വട പോലിക്കുന്നതാണ് ബ്രഷ് കൈയിരിക്കുന്നത്. ശരണ്യ 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 കയറയിലാണോ പെയിൻ്റ് അടിക്കണം? അല്ല എളുപ്പം അടിച്ച് തീർത്ത് രണ്ടുപേരും കൂടി എളുപ്പാട്ടെ. എന്നോട് മേടിച്ച് അച്ഛനടിച്ച്, അച്ഛൻ്റെ ആഗ്രഹമല്ലേ, അങ്ങോട്ട് നടക്കട്ടെ. അമ്മേ ഓടിവായോ, അതെ അച്ഛൻ്റെ വെള്ളമുണ്ടൊക്കെ കൊടുത്തണ്ട് പെയിന്റ് അടിക്കണം. അച്ഛനോട് ആര് പറഞ്ഞിട്ടാണ് പെയിന്റ് അടിക്കുന്നത്? ശരണ്യ കേട്ടാ? ശരണ്യ കേട്ടാ ഞാൻ പറയണത്? ആ കണ്ട അച്ഛനും മകളും കൂടി ചെടിക്കാണോ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നത്? ഇത് അച്ഛൻ അടിക്കേണ്ടത് എവിടെയാണെന്നാ? അതെ ഈ മേള് വശം കൊണ്ട് അങ്ങോട്ട് അടിച്ച്
എന്നാലേ ഇത് കാണാൻ ഭംഗിയുണ്ടാകുള്ളൂ. ഇതിൻ്റെ നടുക്ക് മാത്രമേ തൂണുണ്ടാകുള്ളൂ. നല്ല അടിപൊളി കുടയല്ലേ അല്ലേ? ഇനി ഇനി ഒത്തിരി പരിപാടി ഉണ്ടല്ലേ. ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ടേ ചെയ്യുള്ളൂ. നമ്മുടെ ആദിത്യം പഠിക്കാൻ പോയിരിക്കുകയാണ്. ആദിത്യനും കൂടി വന്നം. അതെ ചെയ്യാന്നാ പറഞ്ഞിരിക്കണം. അപ്പം ഇതാകുമ്പോൾ നമ്മുടെ പുറത്ത് വെച്ചുള്ളൊരു പാചകമൊക്കെ ചെയ്യാം. ഒരു ചായ കുടിക്കുന്ന ടൈമിനൊക്കെ ഇവിടെ വന്നിരുന്നൊക്കെ ചായ കുടിക്കണൊക്കെ അല്ലേ? ഓ നല്ല രസമായിരിക്കും. അതെ ശരണ്യതെ ഇച്ചിരി ഒരിടത്ത് അടിച്ചും ബാക്കി ഇഷ്ടമുള്ളിടത്ത് വന്ന് മാറി മറിഞ്ഞൊക്കെയാണ് അച്ഛാ അടിക്കണത്. ആ അത് നേരെ ശരണ്യ ഒത്തിരി കൂട്ടുകാർ ഹായ് ചോദിച്ചായിരുന്നു. ഒരു ഹായ് കൊടുത്ത്. ആ പെയിൻ്റുള്ള കൈ കൊണ്ടൊരു ഹായ് കൊടുത്ത്. ആ പെയിൻ്റുള്ള കൈ കൊണ്ടൊരു ഹായ് കൊടുത്ത്. ആ അച്ഛൻ വെയിലത്ത് നിൽക്കണ്ട. അടിച്ചില്ല അടിക്കണ്ടെന്നേ ഉള്ളു. അച്ഛൻ ഇങ്ങോട്ട് മാറുന്നില്ലേ? എന്തോരം തണലുള്ള ഭാഗത്ത് പെയിൻ്റ് അടിക്കാൻ കിടക്കണം. എന്നിട്ടും ആ വെയിലത്ത് നിന്നാണ്. ആ പിന്നെ 10 മണിയേ ആയുള്ളൂ. 11 മണി തൊട്ടുള്ള വെയിൽ കൊള്ളരുതെന്നാ പറയണം. പെയിൻ്റ് അടിയില്ല. ആഹാ അല്ലേ ഇപ്പൊ വാദി പ്രതിയായ ശരണ്യ എൻ്റെ കൂടെ നിന്നേച്ചു ഇടക്ക് അങ്ങോട്ടും അച്ഛൻ്റെ കൂടെ കൂടിയാ. ആഹാ പണികാർക്ക് വെള്ളം കൊണ്ടുവരികയല്ലേ എന്ന് പറഞ്ഞ പോലെ അമ്മതേ വെള്ളം കൊണ്ടുവരും. ശരണ്യ വന്നത് പെയിന്റ് അടിച്ച് തീർന്നു. കണ്ട ഷിജു 2 ദിവസമായിട്ട് വന്നിട്ട് പെയിന്റ് അടി നടന്നില്ല. ശരണ്യ വന്നപ്പോ അടിച്ചു തീർന്നു. ശരണ്യ എന്നാ ചെയ്താലും അമ്മ ശരണ്യക്ക് അല്ല സപ്പോർട്ട് ഇപ്പൊ തീർന്നതല്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഷിജു അടിച്ചിട്ട് ഒന്നും ആയില്ല. ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അത്ര എളുപ്പം. വെള്ളം പെയിന്റ് മൊത്തം മേത്തടിച്ചു വെച്ചിരിക്കും. എന്നിട്ട് പെയിന്റ് തീർന്നു. അത് ശരിയാ. അല്ലാതെ പെയിന്റ് അടിച്ചത് അമ്മ പറഞ്ഞ ശരിയാണ് കേട്ടോ. പെയിന്റും തീർന്നു പെയിന്റ് അടിയും തീർന്നു. ഞങ്ങൾ രണ്ടുപേരോട് തീരുമാനം എടുത്താൽ മൊത്തം തീർത്തിട്ട് ഞങ്ങൾ പോരത്തുള്ളൂ. ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടാ. ഞങ്ങൾ തീർത്ത് രണ്ടുപേരും കൂടെ. അപ്പൊ നമ്മളെ വീഡിയോയിൽ കുറച്ചേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അപ്പം ഞങ്ങൾ ഇത് മൊത്തം ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പെയിന്റ് അടി മാത്രം നിർത്തിയേക്കുക. ബാക്കി വീഡിയോ നമ്മൾ പിന്നെ കാണിക്കുന്നതാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.